ഓം നമോ നാരായണായ. ശ്രീമന്നാരായണീയം ദശകം 11 നമ്മൾ തുടങ്ങുന്നത്. ഈ 10 ദശകങ്ങൾ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഭഗവാന്റെ കഥകളും ചരിത്രങ്ങളും അവതാരങ്ങളും ആണ് ഇനി മുതൽ കുറച്ച് ദശകങ്ങളിലുള്ളത്. 36-ാമത്തെ ദശകം വരെ ഭാഗവതത്തിലെ വിവിധ കഥകളാണ്. വരാഹാവതാരം, ധ്രുവചരിതം, പൃഥുചരിതം, നരസിംഹാവതാരം, കൂർമാവതാരം, വാമനാവതാരം, മത്സ്യാവതാരം, ശ്രീരാമാവതാരം, പരശുരാമാവതാരം, അതൊക്കെയാണ് ഈ 36-ാമത്തെ ദശകം വരെ ഇനി പറയുന്നത്. കൂടുതൽ നമുക്ക് വേണമെങ്കിൽ രസകരം എന്ന് പറയാം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 37 മുതൽ 89-ാമത്തെ ദശകം വരെ നിറഞ്ഞു നിൽക്കുന്ന കൃഷ്ണകഥകളാണ്. 90 മുതൽ 100 വരെ ഭഗവത് മാഹാത്മ്യം, ഭക്തിയുടെ പ്രാധാന്യം, കേശാദിപാദ വർണ്ണന, അതൊക്കെയാണ്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ബ്രഹ്മാവ് സൃഷ്ടി ചെയ്ത് മനുവിനെയും ശതരൂപയെയും സൃഷ്ടിച്ചു. അവരിൽ കൂടി ഇന്ന് കാണുന്ന മനുഷ്യർ എല്ലാവരും പല 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 തലമുറകളായിട്ട് ഇങ്ങനെ വന്നു ഭവിച്ചു. അങ്ങനെ സൃഷ്ടി വേണ്ട വിധത്തിൽ വർദ്ധിച്ചപ്പോൾ ബ്രഹ്മാവിന് സമാധാനമായി. അങ്ങനെ ആ കാര്യം അവിടെ നിൽക്കുന്നു. ഇനി വരാഹ അവതാരത്തിൻ്റെ മുന്നോടിയായിട്ട് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും എങ്ങനെ ജനിച്ചു എന്നാണ് പറയുന്നത്. ഈ ദശകത്തിൻ്റെ പേര് തന്നെ ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശിപുവിൻ്റെയും ഉൽപ്പത്തി എന്നാണ്. അസുരന്മാരായിട്ട് അവർ പിറക്കാൻ എന്താണ് കാരണം? ഇവർ രണ്ടുപേരും വാസ്തവത്തിൽ വൈകുണ്ഠത്തിലെ ദ്വാരപാലകന്മാരായിരുന്നു, ഭഗവത് പാർഷദന്മാരായിരുന്നു. എന്നിട്ടും എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന് പറയുകയാണ്. ഈ ദശകത്തിൽ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായിട്ടുള്ള സനകാദികൾ 4 പേരുണ്ടല്ലോ, കുമാരന്മാർ എന്നറിയപ്പെടുന്ന അവർ വൈകുണ്ഠത്തിലെത്താണ്. അവരെപ്പോഴും മനസ്സിൽ ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ അവർക്കൊന്ന് നേരിട്ട് കാണണം എന്ന് തോന്നി. സാധാരണ മഹർഷിമാർക്കോ യോഗികൾക്കോ ഒന്നും അങ്ങനെ ശരീരത്തോടു കൂടി ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ പറ്റില്ല. എന്നാൽ അത്രയേറെ ദിവ്യത്വം ഉള്ള സനകാദികൾ ജനിക്കുമ്പോൾ തന്നെ അവർക്ക് 5 വയസ്സാണ്. ബ്രഹ്മാവ് സൃഷ്ടി ചെയ്യാൻ പറഞ്ഞപ്പോൾ ഭഗവത് പാദ ഭക്തിയുടെ ലഹരിയിൽ അവർ പറഞ്ഞു, പറ്റില്ല, ഞങ്ങൾ ഭഗവാനെ തപസ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞല്ലോ. അത്രയേറെ ശക്തിയുള്ള ആൾക്കാർ, ഇന്നും 5 വയസ്സാണ് അവർക്ക്. അവിടെ എത്തിയപ്പോൾ ഈ കുട്ടികളെ കണ്ടിട്ട് മനസ്സിലാവാഞ്ഞ, അല്ലെങ്കിൽ അതിന് മാത്രം ഉള്ള മഹത്വം ഇല്ലാതിരുന്ന ജയനും വിജയനും എന്ന പാർഷദന്മാർ അവരെ തടയണം. ഈ തപശക്തി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലായിട്ടില്ല അവർക്ക്. കാണുമ്പോൾ ചെറിയ കുട്ടികളാണല്ലോ. അങ്ങനെ ഈ സനകാദികൾ ജയവിജയന്മാരെ ശപിക്കുന്നതും അവർ ശാപമേറ്റ് ഭൂമിയിലേക്ക് പതിക്കുന്നതുമാണ്. ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും എന്ന ആദ്യത്തെ ജന്മം, രാവണനും കുംഭകർണനും എന്ന 2ാമത്തെ ജന്മം, ശിശുപാലൻ ദന്തവക്ത്രൻ എന്ന 3ാമത്തെ ജന്മം. അങ്ങനെ 3 അസുര ജന്മങ്ങളായിട്ട് അവർ ജനിച്ചു. അവരിൽ ഹിരണ്യാക്ഷൻ ഭഗവാന്റെ പത്നിയായിട്ടുള്ള ഭൂമിദേവിയെ തട്ടിക്കൊണ്ടുപോയിട്ട് സമുദ്രത്തിനടിയിൽ ഒളിപ്പിച്ചു. അതുവരെയാണ് ഈ 11-ാമത്തെ ദശകത്തിലുള്ളത്. നമുക്ക് 1-ാമത്തെ ശ്ലോകം നോക്കാം. ക്രമേണ സർഗേ പരിവർദ്ധമാനേ കദാപി ദിവ്യാസനകാദയസ്തേ ഭവദ്വിലോകായ വികുണ്ഠലോകം പ്രപേദിരേ മാരുതമന്ദിരേശ. ഭഗവാനെ വിളിച്ചുകൊണ്ട് തന്നെയാണ് പറയണത്. ഞാൻ ഇനി വരാഹ അവതാരത്തിനെ പറ്റി പറയാൻ പോവാണ് എന്ന് പറഞ്ഞു. ക്രമേണ സർഗേ പരിവർദ്ധമാനേ പറഞ്ഞ് നിർത്തിയോടത്തുനിന്നാണ് തുടങ്ങുന്നത്. മനുവും ശതരൂപയുമായിട്ട് ബ്രഹ്മാവിൻ്റെ സൃഷ്ടികൾ, പിന്നീട് അങ്ങനെ അവരിൽ കൂടി ജനങ്ങൾ മാത്രമല്ല സകല ചരാചരങ്ങളും ഇങ്ങനെ വർദ്ധിച്ചു. സർഗേ പരിവർദ്ധമാനേ, സൃഷ്ടികൾ വർദ്ധിച്ചു കൊണ്ടിരുന്നു. ക്രമേണ, ക്രമത്തിൽ. എങ്ങനെയാണോ ബ്രഹ്മാവ് ആഗ്രഹിച്ചത്, ഭഗവാൻ നിശ്ചയിച്ചത്, അതേപോലെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നു. ആ സമയത്ത് ക്രമേണ സർഗേ പരിവർദ്ധമാനെ, ആ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ
കഥാപി ദിവ്യാസനകാദയസ്തി. കഥാപി ഒരിക്കൽ, ദിവ്യാസനകാദയസ്തി ദിവ്യന്മാരായ ഏറ്റവും ദിവ്യന്മാരായിട്ടുള്ള മുനികളായ സനകാദയ, സനക, സനന്ദ, സനാതന, സനൽകുമാരൻ, ആ 4 പേര് ഒരുമിച്ച് ജനിച്ചിട്ടുള്ളവരും എന്നും 5 വയസ്സ് തോന്നുന്നവരും എവിടെയും ചെല്ലാൻ ഉള്ള ദിവ്യശക്തി ഉള്ളവരും ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തന്മാരുമാണ്. അവരൊരിക്കൽ കഥാപി ഒരു ദിവസം ദിവ്യാസനകാദയ, ആ ദിവ്യന്മാരായിട്ടുള്ള സനകാദികൾ ഭവത് വിലോകായ, വികുണ്ഠലോകം, വികുണ്ഠം യാതൊരു കുണ്ഠിതങ്ങളും ഇല്ലാത്ത എപ്പോഴും ശാന്തിയും ആനന്ദവും നിറഞ്ഞു നിൽക്കുന്ന ആ വൈകുണ്ഠലോകത്തിലേക്ക് ഭവത് വിലോകായ, എന്തിനാ ചെന്നത്? ഭഗവാനെ ഒന്ന് നേരിട്ട് കാണാനായിട്ട്. വിലോകായ കാണുവാൻ വേണ്ടിയിട്ട്. വികുണ്ഠലോകം യാതൊരു കുണ്ഠതകളും ഇല്ലാത്ത അവിടുത്തെ വാസസ്ഥാനമായിട്ടുള്ള വൈകുണ്ഠത്തിലേക്ക് പ്രപേതിരെ പ്രവേശിച്ചുവല്ലോ. മാരുതമന്ദിരേശ, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങനെയല്ലേ ഉണ്ടായത്? അത്രയേ ഉള്ളൂ ആ ശ്ലോകത്തിൽ. അങ്ങനെ ഈ സനകാദികൾ ഒരു ദിവസം വൈകുണ്ഠത്തിൻ്റെ വാതിൽക്കൽ എത്തി. ക്രമേണ സർഗേ പരിവർദ്ധമാനേ കഥാപി ദിവ്യാ സനകാദയസ്തേ ഭവത് വിലോകായ വികുണ്ഠലോകം പ്രപേതിരേ മാരുതമന്ദിരേശ. 2ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, ഭഗവാന്റെ വൈകുണ്ഠത്തിന് മുന്നിലുള്ള നൈശ്രേയസ് എന്ന ഉദ്യാനത്തിൽ അവരെത്തി. അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ്. മതിൽക്കെട്ടുകളുണ്ട്, പിന്നെ മണിമാളികകളുണ്ട്, പൊയ്കകളുണ്ട്, കൽപ്പവൃക്ഷങ്ങളുണ്ട് എന്നൊക്കെയാണ്. മനോജ്ഞ നൈശ്രേയസ കാനനാദ്യൈർ അനേകവാപീ മണിമന്ദിരൈശ്ച അനോപമം തം ഭവതോ നികേതം മുനീശ്വര പ്രാപുരതീതകക്ഷ്യ. മുനീശ്വരന്മാർ അവിടെ എത്തിച്ചേർന്നു. മനോജ്ഞമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ആ സ്ഥലത്ത്. നൈശ്രേയസ കാനനം, കാനനം എന്നിവിടെ പറയുന്നത് ഉദ്യാനം. നൈശ്രേയസം എന്ന് പേരുള്ളതും, നൈശ്രേയസം എന്ന് പറഞ്ഞാൽ തന്നെ പുണ്യം എന്നാണ്. പുണ്യം ആണ്, അവിടെ മുഴുവനും പുണ്യം നിറഞ്ഞിട്ടുള്ള സ്ഥലമാണല്ലോ ആ പൊയ്ക അല്ല ഉദ്യാനം. നൈശ്രേയസം എന്ന ഉദ്യാനത്തിൽ കാനനാദ്യ, ഈ കാനനങ്ങളും ഉദ്യാനങ്ങളും മറ്റേ എല്ലാ സുന്ദരങ്ങളായിട്ടുള്ള പൊയ്കകളും മണിമന്ദിരങ്ങളും ഒക്കെ അനേക വാപി മണിമന്ദിരൈശ്ച, പലതരത്തിലുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് അനോപമം, മറ്റൊന്നിനോടും സാദൃശ്യപ്പെടുത്താനില്ലാത്തത്ര സുന്ദരം, അനുപമമായിട്ടുള്ള തം ഭവതോ നികേതം, അവിടത്തെ നികേതം വാസസ്ഥാനത്തേക്ക് അവരെത്തി. മുനീശ്വര പ്രാപു, മുനീശ്വരന്മാർ, സനക, സനന്ദ, സനാതന, സനൽകുമാരന്മാർ ആയിട്ടുള്ള മുനീശ്വരന്മാർ അവിടെ എത്തി. പ്രാപു, ആ സ്ഥലത്തിനെ പ്രാപിച്ചു, എത്തിച്ചേർന്നു. എങ്ങനെയായി അവർ വന്നത്? അതീത കക്ഷ്യ എന്നാണ്. കക്ഷ്യകൾ കടന്നിട്ടാണ്. കക്ഷ്യ എന്ന് പറഞ്ഞാൽ 6 കക്ഷ്യകൾ കടന്നിട്ട് വേണം ഭഗവാന്റെ വൈകുണ്ഠത്തിൻ്റെ വാതിൽക്കലെത്താൻ. ഒരു കോട്ട, കിടങ്ങ്, കോട്ടമതിൽ എന്നൊക്കെ പറയില്ലേ, അതാണ് ഒരു കക്ഷ്യ. അങ്ങനെ 6 കക്ഷ്യകൾ കടന്നാലേ ഈ വാതിൽ, പ്രധാനപ്പെട്ട വാതിൽക്കലെത്താൻ പറ്റുള്ളൂ. അതീത കക്ഷ്യ, ഈ 6 കക്ഷ്യകളും അവർ വേഗം തന്നെ കടന്നു. ആരും അവരെ തടയുകയോ എങ്ങോട്ടാ പോണേന്നൊന്നും ചോദിച്ചില്ല. കാരണം അവിടെ അവർക്കൊക്കെ അറിയാമായിരുന്നു, ഇത്രയും ദിവ്യശക്തി ഇല്ലാതെ ഇവിടം വരെ ആർക്കും എത്താൻ സാധിക്കില്ല എന്നുള്ള കാര്യം. അങ്ങനെ ഈ 6 കക്ഷ്യകൾ എന്നുള്ളതിനെ പലപ്പോഴും പറയും, ഇത് ഷഡ്ചക്രങ്ങളാണ്, ഭൂമിയുടെ മുകളിലുള്ള ലോകങ്ങളാണ്. ഒരു യോഗി സമാധി അവസ്ഥയിൽ ഭേദിച്ച് മുകളിലേക്ക് പോകുന്ന 6 പടികളാണ്. പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ എന്ന് പറയില്ലേ. അങ്ങനെ പലതരത്തിലും പറയപ്പെടുന്ന ആ 6 വാതിലുകൾ കടന്ന്, അതാണ് അതീത കക്ഷ്യ, കക്ഷ്യകളെ ഒക്കെ അതിക്രമിച്ചുകൊണ്ട്
പ്രാപു, അവർ ഭഗവാന്റെ വാസസ്ഥാനത്തിൻ്റെ വാതിലിന് മുന്നിൽ എത്തിച്ചേർന്നു. അത്രയാണുള്ളത് ഈ ശ്ലോകത്തിൽ. മനോജ്ഞ നൈശ്രേയസ കാനനാദ്യൈർ അനേകവാപി മണിമന്ദിരൈശ്ച അനൂപമം തം ഭവതോ നികേതം മുനീശ്വര പ്രാപുരതീതകക്ഷ്യാ. അവിടെ എത്തിയിട്ട് അവർക്ക് എന്താണ് നേരിടേണ്ടി വന്നത് എന്ന് നമുക്ക് നാളെ നോക്കാം. ഓം തത്സത്. സർവം കൃഷ്ണാർപ്പണമസ്തു.